വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു ഫൺ ഗെയിമുമായിട്ടാണ്. ഇംഗ്ലീഷ് ആ കളർ വരി ചേർത്ത് പറയൂ. അപ്പൊ ഇത് നമ്മുടെ കൂടെ ഗെയിമിനുള്ളത് മറ്റാരല്ല, നമ്മുടെ നാത്തൂൺസ് ആണ്. അപ്പൊ ഇത്താ പേര് പറഞ്ഞോ. എന്റെ പേര് ഷാഹിന. ഓക്കെ, എന്റെ പേര് ഷൈജ. അപ്പൊ ഇത്താക്കാരുടെ 2 സിസ്റ്റേഴ്സ് ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു ലിറിക്സ് ചലഞ്ചുമായിട്ടാണ്. സോ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇന്നത്തെ ഗെയിം വളരെ സിമ്പിൾ ആയിട്ടുള്ള, നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള, നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഗെയിമാണ് കേട്ടോ. അപ്പൊ ലിറിക്സ് ചലഞ്ച് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് 3 റൗണ്ട്സ് ആയിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് ഇവർ തമ്മിലാണ് ഇന്നത്തെ നമ്മുടെ ചലഞ്ച് പോകുന്നത്. അപ്പൊ ഇവർ ആരാണ് ഇന്നത്തെ നല്ല കട്ടക്ക് തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടുപേരും നല്ല അസലായിട്ട് പാടുന്ന ആൾക്കാരാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ ആരും പാട്ടൊന്നും അറിയുന്ന ആളുകളൊന്നും അല്ല, എങ്കിലും ഒരു ഫണ്ണായിട്ട് എടുത്തിട്ടുള്ള ഒരു ചലഞ്ചാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം ഇൻഷാല്ലാ ആരാണ് ഇതിലെ വിൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ വിന്നറിന് എന്തായാലും ഒരു പ്രൈസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി അല്ലേ? ഓക്കെ അല്ലേ? സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സയൻ ഇസാറ്റ് ഫാമിലി വ്ലോഗ്സ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് റൗണ്ടിലേക്ക് നമ്മൾ പോവാണ്. ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ഞാൻ ഒരു 2 ലൈൻ ആ ഒരു സോങ്ങിന്റെ, നമ്മൾ പോപ്പുലർ ആയിട്ടുള്ള, നമ്മൾ കേട്ടിട്ടുള്ള മലയാളം സോങ്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ ആ സോങ്സിന്റെ 2 ലൈൻ ഞാൻ പാടും. അതിന്റെ ബാലൻസ് 4 വരി നിങ്ങൾ തെറ്റുകൂടാണ്ട്, ആ വേർഡ്സ് ഒന്നും തെറ്റിപ്പോകരുത്. വേർഡ്സ് ഒന്നും തെറ്റാണ് ഇവർ പാടണം. അതാണ് നമ്മുടെ ചലഞ്ച്. അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റ് റൗണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഫസ്റ്റ് സോങ് നമ്മൾ തതക കൊടുക്കാൻ പോവാണ്. ഫസ്റ്റ് തങ്കത്തിങ്കൾ കിളിയായി കുറുകാം, താരത്തൂവൽ മെനയാൻ നനയാം. ഇതെന്താ നാക്കേറി ചുറ്റാണ് ബ്ലങ്ക ബ്ലങ്. അവിടെ വരെ കറക്റ്റ് ആണ്. പിന്നെ വേണ്ടത് പിന്നെയും തങ്കത്തിങ്കൾ കിളിയായി കുറയാം, താരപ്പൂവൻ, അതാണ് രണ്ടാമത്തെ. അപ്പൊ നമുക്ക് അടുത്തത് ഷൈജയിലേക്ക് പോവാം. തന്നെന്നം താനെന്നം താളത്തിലാടി, മന്ദാര കുമ്പത്തൊരു നാലേലാടി, ഒന്നിച്ചേരോ ഒന്നിച്ചേരോ പഠിക്കോ കവിത ആ മടുവ താളത്തിലാടി ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാവുന്നത്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. മൂന്നാമത്തതാണ് തഥാകാണ്. ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ മാമഴമുത്തോ മല്ലിക്കുഴമ്പോ മീനോ മാറിവില്ലോ തൊട്ടൊരുമി നിന്നാട്ടെ തൊട്ടാവാടി പെണ്ണാനേ. തെറ്റിട്ടുണ്ട്. താഴെപ്പൂവോ താമര താരോ തേനോ തേൻ നിലാവോ, മാമഴ മുത്തോ മല്ലി കൊളുന്തോ കൊഴുമ്പോല, മീനോ മാരി വില്ലോ, തൊട്ടുരുമി നിന്നാട്ടെ തൊട്ടാവാടി പെൺമാരി. ഒരു വേർഡ് തെറ്റിട്ട് തന്നെ പോയിട്ടാ. അപ്പൊ അടുത്തത് ഇനി ഷൈജാക്കാണേ.
നന്ദലാല ഹേ നന്ദലാല നാടെല്ലാം കണ്ടറിയും നിന്റെ ലീല. ചിരിക്കല്ലേ പാടട്ടെ. ഈശ്വര ഇവിടെ ആരില്ലല്ലോ ഇതൊന്നും പറഞ്ഞു ചിരിക്കാനായി. രാജമാല ആരും കാണാതെ മായപ്പെണ്ണേ നീ പൂരമായ കടന്നു വെച്ച് പൽക്കുടം നിറച്ച് വെച്ച് പാലാടി തിങ്കളായി വന്നരാല പട്ടും മറന്ന് വെച്ച് പട്ടെടുത്ത് തെറ്റുവന്നിട്ടുണ്ട്. മാരിവില്ലോ നിന്റെ വർണ്ണമാല രാധയ്ക്കു കാതുകളിൽ രാഗമാല. രാഗമാലയാണ്, രാധമാലയല്ല. പിന്നെ നന്ദലാല ഈ നന്ദലാല കോമ്പറ്റീഷനാണ് വരട്ടെ. ഞാൻ അടുത്ത തന്നോടാണേ. പെൺകൊടി കനകനില കൺമണി ചാത്തി നിൽക്കും എന്തിരിന്നഴകിൻ ദേവതേ അഗ്നിസാക്ഷിയായി ആത്മദളം വിടരവേ നാണമാർന്നതെന്തിനെന്ന് പറയൂ നീ സ്വപ്ന സുന്ദരം. ഇതാ 4 ലൈൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ലാസ്റ്റത്തെയാണ് ഇത്തന്നെ ഈ സ്വപ്ന സംഘാതം മുതലാണ് പോയിട്ട് ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തന്നെ 3 സോങ് ചോദിച്ചിട്ട് ഇതൊക്കെ ഒരു പോയിന്റ്. ഷൈജനോട് 2 സോങ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് ഷൈജന്റെ അടുത്താണ്. മെഹറുബാ മെഹറുബാ ഉടുക്ക പെണ്ണേ മെഹറുബാ കൊട്ട പൊന്നു നിന്റെ മഹർ മഹറുബാ നിന്റെ പകട്ടില് പൊന്നുവാളൻ കള്ളിപ്പെണ്ണേ മഹറുബാ മുത്തേ മഹറുബാ. ഏതാണ്ട് 4 ലൈൻസ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ പോലെ 10 കൊട്ട പൊന്ന് നിന്റെ മുത്തേ മെഹറുബ നിന്റെ പകുതിയിൽ കണ്ണു വെക്കുന്ന പുതുമണവാളൻ പിന്നെ മെഹറുബ റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ട്. അവിടെ വരെ കറക്റ്റ് ചെയ്തു. അപ്പൊ 4 ലൈൻസ് കറക്റ്റ് ആയിട്ട് വന്നിട്ട് ഷൈജാക്ക് ഒരു പോയിന്റ് കൊടുക്കാം. അപ്പൊ ഷൈജാക്ക് ഒരു പോയിന്റ്, അതൊക്കെ ഒരു പോയിന്റ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് റൗണ്ട് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി സെക്കൻഡ് റൗണ്ട് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. ഇപ്പൊ ഏതാണ്ട് ഒരു ടെൻഷൻ അടിച്ചിട്ട് കിട്ടാതെ ഒരു എക്സാമിലൊക്കെ വന്നിരിക്കുന്ന ഒരു പ്രതീതി നമുക്ക് കുറച്ച് ഫണ്ണാക്കാം. നമുക്ക് ഒരു സോങ് സ്റ്റാർട്ടിങ് അത് ഞാനിവിടെ ഫ്രണ്ടിൽ കൊടുക്കാം കേട്ടോ. ഈ ഒരു സൈഡിലായിട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്കും ഗസ് ചെയ്യാൻ പറ്റും. അപ്പൊ കുറച്ച് പിക്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചേഴ്സ് കൊണ്ടിട്ടുള്ളൊരു സോങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ സോങ് ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പൊ ഈ റൗണ്ടിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോകുന്നത് തതക്കാണ് കേട്ടോ. ഈ തതക്ക് ഞാൻ പിക്ചർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. 1 മിനിറ്റ് ആണ് ഇതിനുള്ള ടൈം വന്നിട്ടുള്ളത്. ടൈം നിങ്ങൾക്ക് ഞാൻ സ്ക്രീനിൽ കാണിക്കാം കേട്ടോ. ആലോചിച്ചു ചെമ്പരത്തി ഉണ്ട്. പിന്നെ അപ്പുറത്തൊന്നാണ് അപ്പൊ ചെമ്പരത്തി കമ്മലിട്ട് കുപ്പിവള കയ്യിൽ തെറ്റി കാത്തിരുന്നതാര്. അത് കറക്റ്റ് ആണ് കേട്ടോ. ചെമ്പരത്തി കമ്മലിട്ട്. അപ്പൊ ഫസ്റ്റ് അത് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റത്തെ റൗണ്ടിൽ പോയിട്ടുണ്ട്. അപ്പൊ പിന്നെ ആ ടെൻഷനൊക്കെ മാറി നല്ല പവർഫുൾ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഷൈജാക്കാണ്. ഇതെന്താണ് സംഭവം കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് ആണ്. അപ്പൊ ഷൈജാക്കും ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ സംഭവം കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ട്. രണ്ടുപേരും എൻജോയ് ചെയ്ത് വരുന്നുണ്ട്. മറ്റേ ടെൻഷൻ മാറി കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ കൊടുക്കാൻ പോണേ കേട്ടോ. ഇവരുടെയൊക്കെ ക്യാരക്ടർ ആലോചിച്ചാൽ മതി. ക്ലൂ കൊടുക്കുന്നുണ്ട്. ഈ പെണ്ണാരായിരുന്നു മറ്റേ സിനിമ. അതിൽ ആ പെണ്ണിന്റെ ക്യാരക്ടറിന്റെ പേരെന്താണ്? ഇതാരാണ്? ഈ പെണ്ണാരായിരുന്നു? അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ അതൊക്കെ ആൻസർ ചെയ്ത് കേട്ടോ. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ ഷൈജാക്ക് കൊടുക്കാം. പറയാം. വെയിറ്റ്. എന്താണ് വേറെന്താ പറയാ?
ആലോചിക്ക്. മുമ്പിൽ തന്നെ സ്റ്റക്കായിട്ട് നിക്കല്ലേ. അല്ലല്ല ഇംഗ്ലീഷ് ഒരാലോചിച്ച് മലയാള സോങ്ങല്ലേ. മലയാള സോങ്ങിൽ മഴാൻ്റെ ടൈം കഴിയട്ടെ. ഇല്ല നാളെ അതെനിക്ക് കിട്ടി. അതാണ് ഞാൻ പറഞ്ഞ നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാൻ കൊടുക്കാം. അത് തന്നെ അങ്ങനെയുണ്ട്. അപ്പൊ അത് ശൈലന്റെ കാട്ടുമ്പലാൻഡ്. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ അടുത്ത ക്വസ്റ്റിന് തതാക്കാറ് കേട്ടോ. അപ്പൊ അടുത്ത ക്വസ്റ്റിന് തത കൊടുത്തിട്ടുണ്ട്. ഫേമസ് ആയിട്ട് നമ്മളൊക്കെ പാടിക്കൊണ്ട് നടന്നിട്ടുള്ള ഒരു സോങ് ആണ്. പുതിയതൊന്നും അല്ല, പഴയതുമല്ല. ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടാണ് കേട്ടോ കിട്ടണത്. അല്ല 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 അതെന്താണത്? ആൾക്കാരല്ല, അതെന്തോ കല്യാണമല്ലേ പറഞ്ഞത്. അതിന്റെ വേറെ ആലോചിക്കുക, അതിന് വേറെ വേർഡ്സ് ഒക്കെ ഉണ്ടാവും. വായിത്തോന്നൊക്കെ പറ. കല്യാണമില്ല. ആ കല്യാണത്തിന് വേറെ വേർഡ് ആലോചിച്ച് നോക്ക്. ഒരു ക്ലൂ കൊടുക്കാം. എന്താണ്? എനിക്ക് ക്ലൂ തന്നില്ല കേട്ടോ. ക്ലൂ വേണ്ട, അന്ന ക്ലൂ ഇല്ല. ക്ലൂ ക്യാൻസൽ. പറ. കിട്ടിയ സോങ് കിട്ടണില്ല എനിക്ക്. അപ്പൊ ഇത്തവണ പാസ്സാണ്. അപ്പൊ നമുക്ക് ഷൈജാക്ക് കൊടുക്കാം. ഷൈജാക്കാണ് നെക്സ്റ്റ് ട്രൈ ചെയ്യാം. പാടി നോക്ക്. മറ്റേ അല്ല അതിൽ ചന്ദ്രിക ഇവിടെ ഈ കല്യാണത്തിന് എന്താണ് ഈ പഴയ കാലത്തെ അതെ പഴയ കാലത്ത് പെണ്ണുങ്ങൾ ഞാൻ നടന്നു പോയിട്ട് ഓരോ ചെക്കന്മാർക്ക് ഇടണ എന്നിട്ട് ആൾക്കിടണോ മാങ്കല്യൊന്നുമല്ല. എന്നാ ഓരോ ചെക്കന്മാരെ ഇങ്ങനെ കുറെ നിർത്തിയിട്ട് അപ്പൊ ഷൈജാക്ക് ഒരു പോയിന്റ്, ഇത്താത്തക്ക് 3 പോയിന്റ് കേട്ടോ. ഷൈജാന്റെ പോയില്ലേ, പാസ് പോയില്ലേ, അത് തത പറഞ്ഞില്ലേ. ഫസ്റ്റിന്റെ റൗണ്ടിൽ രണ്ടുപേർക്ക് ഓരോ പോയിന്റ് ഉണ്ട്. അതോടെ നിൽക്കട്ടെ. ഷൈജാക്കാണിത്. 3 പ്രാവശ്യം ആ കളർ വന്നിട്ടുണ്ട് റിപ്പീറ്റേഷൻ ആ പാട്ടില്. ആ അതിന്റെ വേറെ കറുത്തൊന്ന് മാത്രല്ലല്ലോ, നമ്മളെ പാട്ടിന് വേണ്ടിട്ട് പലതും യൂസ് ചെയ്യൂലേ. മീൻസ് 3 പ്രാവശ്യം ആ കളർ റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ട് ആ പാട്ടില്. അല്ല അത് തന്നെയാണ്, ആ കളർ തന്നെയാണ്. ആ പക്ഷെ അത് ആലോചിച്ച് നോക്കിയില്ലേ, ആ 3 പ്രാവശ്യം കളറിന്റെ ഇത് വന്നിട്ട് ഇത് പെണ്ണ് വന്നിട്ട് ഒരു കണ്ണു വന്നിട്ടുണ്ട്. കൊടുത്തോ? അതായത് 3 പ്രാവശ്യം കറുപ്പ് റിപ്പീറ്റേഷൻ വന്നിട്ട് ഒരു പെണ്ണ് പിന്നെ ഒരു കണ്ണ്. അതാണ് ആ പാട്ട്. 3 പ്രാവശ്യം ഫുള്ളായിട്ട് പറയാൻ പാടില്ല. അല്ല മലയാളം, ഉള്ളി മലയാളം. കറുത്തൊരു പെണ്ണാണ് അപ്പൊ ഷൈജാക്ക് 2 പോയിന്റ്, ഇത്താത്താക്ക് 3 പോയിന്റ് കേട്ടോ. അപ്പൊ ഇത്താത്താക്കുള്ള ക്വസ്റ്റ്യൻ നമുക്ക് കൊടുക്കാൻ പോണേണ്. ഫേമസ് ആയിട്ടുള്ള സോങ് തന്നെയാണ്. രാമായണക്കാറ്റേ എന്നീലാംബരിക്കാറ്റേ. ഇത്താത്താക്ക് 4 പോയിന്റ്, ഷൈജാക്ക് 2 ആണ്. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ
ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് പെട്ടെന്ന് ഒറ്റ നോട്ടത്തില് പറയാൻ പറ്റണ സൂപ്പർ ക്വസ്റ്റ്യൻ ആണ്. അല്ല റോസിൽ വിട്ടിട്ട് അതിനകത്ത് ഒരു ഇതായിട്ട് കാണും. പൂവി പൂവി പാലപ്പൂവി മോഹത്തിൻ മകരം നൽകാൻ പകരം അടുത്ത ക്വസ്റ്റ്യൻ കൊടുക്കാൻ പോണേ കേട്ടോ. പഞ്ചില് കൂടിയ ഇതൊരു മലയാളം സോങ് ആണ്, അപ്പൊ അത് കൊടുക്കാം. അതൊരു കളറാണ്, മലയാള സോങ് ആണല്ലോ. ഇതെന്താണിത്? അപ്പൊ എന്ത് കരി? ആ കളർ വരി ചേർത്ത് പറയൂ. അത് കഴിഞ്ഞ എന്താ കിടക്കണത്? അപ്പൊ ആദ്യത്തേത് എന്തായിരിക്കും? പറഞ്ഞു ടൈം ഉണ്ട്. ഫസ്റ്റത്തെ എന്താണ്? പടിയല്ല, അവിടെ ഒരു വേറെ കിടപ്പുണ്ട്, സാധനം കിടപ്പുണ്ട്. ജനലല്ലല്ലോ, മതലും അല്ല. അത് മതലിന്റെ നടുക്കെന്താണ്? ഒന്ന് കാണില്ലേ? ഒന്ന് നമുക്ക് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കാം. എന്താണ്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മൂന്നല്ലേ? നാലാവും. കാണിക്കാൻ പോണേണേ. അല്ല അതെന്താണ്? പാട്ട് അക്ഷരങ്ങളാ. കറക്റ്റ്. പാൽപ്പള്ളി. എന്നിട്ട് സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത റൗണ്ടിൽ താത്താക്ക് 5 പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്, ഷൈജാക്ക് 4 പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. തേർഡ് റൗണ്ട് എന്താന്ന് വെച്ചാല് നമ്മള് ലിറിക്സില് ഒരു നമ്മുടെ പോപ്പുലർ ആയിട്ട് ഇതേപോലെ എല്ലാവർക്കും അറിയുന്ന സോങ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതില് ചില വേർഡ്സിന്റെ അവിടെ മറ്റേ പൂരിപ്പിക്കയില്ലേ, നമ്മൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അതുപോലെ ആയിരിക്കും ഉണ്ടാവുക. അവിടെ ഏത് വേർഡ് ആണെന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫിൽ ചെയ്തിട്ട് പാടാം. കറക്റ്റ് ആണെങ്കിൽ മാത്രം പോയിന്റ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതാ ക്വസ്റ്റ്യൻ കൊടുക്കാൻ പോണേണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മണിപ്പതക്കം താ. മണിപ്പതക്കം താന്നാട്ട് അടുത്തത് രണ്ടാമത്. ചെറുകുമ്പിളിലെ അങ്ങനെയല്ലോ, ചെറുകുമ്പിളിലെ. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തത് കുറുമ്പുറങ്ങുമിയാണ്. അപ്പൊ അത് കറക്റ്റ് ആണ്. മണിപ്പതക്കം സെക്കൻഡ് വേർഡ്. മൂന്നാമത്തെ വേർഡ് ചെറുകുമ്പിളിലെ കറക്റ്റ് ആണ്. അപ്പൊ ഇതൊക്കെ ഫസ്റ്റ് സോങ് കറക്റ്റ് ആയിട്ടുണ്ട്. സോങ് നമ്മൾ തകർത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് സോങ് ഷൈജാക്ക് വരാൻ പോണേട്ടാ. പാട് ആരോട് പാടിക്കോ? രാവിൽ പാട്, കുഴപ്പമില്ല.
അപ്പൊ രണ്ടെണ്ണം പറഞ്ഞില്ല. രാവിലും അടിപൊളി. ആടിപ്പാടി കറക്റ്റ് ആണ്. ആകെ ഗോപുരമാളിക, ഗോപുരാണ് തെറ്റിയത്. അപ്പൊ ഒരു അരമാർക്ക് കൊടുക്കാം. ഒരെണ്ണമല്ല തെറ്റിയത്. അത് കൊടുക്കാം, അരമാർക്ക് മാർക്ക് കൊടുക്കാം. ഒരെണ്ണമല്ല തെറ്റിച്ചത്, രണ്ടെണ്ണം മുക്കാൽ മാർക്ക് കൊടുക്കാം കേട്ടോ ഇതില്. അപ്പൊ അടുത്തത് ഇത്താത്ത കൊടുക്കാൻ കേട്ടോ. നെക്സ്റ്റ് സോങ്. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ മതിയേ പൊന്നും തേനും വായമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ ഉള്ളിൽ ആമോദ തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. കയ്യിൽ വാനമ്പാടി സെക്കൻഡ് മൗനം. ഇതാതൊക്കെ ഇതില്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കൊടുക്കാം കേട്ടോ ഷൈജാക്ക്. ഒരു മുത്തശ്ശി പൊട്ടിട്ട് ചൊല്ലി കുമ്പാളി അവളുടെ ചാഞ്ചാട് വെള്ളരി പിഞ്ചു പോലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി തക്കാളി ചൊല്ലി നോക്കാം. ഫസ്റ്റത്തത് കുമ്പാളി, സെക്കൻഡ് തക്കാളി, മൂന്നാമത്തെ ചൊല്ലി. അപ്പൊ ഷൈജാക്ക് 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇതാക്ക് 1.25. ഓട്ടെ പിടിക്കാം. മൂന്നെണ്ണം തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യാറുള്ളത്. ഇടരാതെ ഞാനാ കയ്യിൽ കൈ ചേർക്കവേ. ഇത് പാസിന്റെ വെയിറ്റ് ചെയ്താ ഷൈജ നോക്കി വെച്ചോ. കിട്ടില്ല. ഇടരാതെ ഞാനാ കയ്യിൽ കൈ ചേർക്കവേ. അത് ആ വരിയതോ കണ്ണടച്ചിട്ട് ആ തുണിയിലൂടെ പാടുക. അപ്പൊ നമുക്ക് പ്രോ ടിപ്സ് കാക്ക ചോദിക്കട്ടെ കഴിയട്ടെ. പാസ് 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 ഷൈജാക്ക്. ഇടരാതെ ഞാനാ കയ്യിൽ കൈ ചേർക്കവേ. മയിൽപ്പീലി പാളം മയിൽപ്പീലി തണുക്കാതെ മെല്ലെ ചേർക്കും നേരത്തുവേ വിറക്കുന്നു മെയ്യം മാറും നേരന്തിനോ ആശിച്ചു ഞാൻ മഴത്തുള്ളികൾ നനഞ്ഞോടിയൻ വിളിക്കുമ്പിളിൽ നനഞ്ഞോടിയൻ ഇത്ര നേരം പറഞ്ഞില്ല. അവിടെ ഡാഷ് നീ വന്നതാ. എന്തിലോട്ടാണ് നീ വന്നത്? നനഞ്ഞോടിയൻ. ഈ മുക്കാൽ മാത്രം വായിക്കോളൂ. ഫുള്ള് വാങ്ങിക്കല്ലേ. മയിൽപ്പീലിയാണ് ഫസ്റ്റത്തത്. വിറക്കുന്നു കുടക്കീടി. അപ്പൊ ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അടുത്തത് ഷൈജാനുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു യുഗം ഞാൻ തപസ്സിരുന്നു ഒന്ന് കാണുവാൻ കഴിഞ്ഞ കാല പൊഴിഞ്ഞ മുഖമാവിൻ മനസ്സിൻ പ്രാണൻ മുഖമാവിൻ മനസ്സിൻ പ്രാണനല്ല രാഗമാണ്. മുഖമാവിൻ മനസ്സിൻ പ്രാണമായി നീ ഉണർന്നു ഹൃദയ മൃദുല തന്ത്രി വീട്ടും തന്ത്രിയാ വൈശാഖ സന്ധി ചുണ്ടിലെന്ത് അരുമസഹിതനതര കാന്തിയോ. ഫസ്റ്റത്തെ വേർഡ് കൊഴിഞ്ഞ, സെക്കൻഡ് വേർഡ് ഗാനമായി, തേർഡ് വേർഡ് തന്ത്രിയേന്തി മാത്രം പറഞ്ഞോളൂ. തന്ത്രി. മനസ്സിൽ
മനസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുറത്തേക്ക് വന്നില്ല. അപ്പൊ നമുക്കൊരു പോയിട്ട് അടുത്തൊരു തതക്കാണേ. രാജിക്കുന്നിന്മേലെ വെയിൽ കായും മാടത്തെ മാറ്റേറും മയ്യുണ്ടോ കണ്ണെഴുതാൻ ആ മാടപ്പെട്ടി തുറക്കും മലർമാസ ചില്ലനില നിൻ കയ്യിൽ പൊന്നും പൊന്നും പൊന്നുണ്ടോ സെക്കൻഡ് വേർഡ്. സിന്ദൂരം മാറിത്തോവി സായം കാലം ശ്രുതി കൂട്ടി പാടി ദൂരരാക്കിളിക്കൂട്ടം. ദൂരെ രാക്കിളിക്കൂട്ടം. ഫസ്റ്റത്തത് മെയ്യുണ്ടോ, പിന്നെ മിന്നുണ്ടോ, പൊന്നുണ്ടോ മിന്നുണ്ടോ ആണ്, പിന്നെ രാക്കിളിക്കൂട്ടം. കറക്റ്റ്. അപ്പൊ ഒരെണ്ണം തെറ്റിയ മുക്കാൽ മാർക്ക്. മുക്കാല് തതക്ക് മുക്കാൽ മാർക്ക് കേട്ടോ. ഒരെണ്ണം തതൻ തെറ്റിപ്പോയി. മിന്നുണ്ടോ വരുന്ന കേട്ടാ. തത പൊന്നുണ്ടോ ആണ് പറഞ്ഞത് അല്ലേ. കിളി വന്ന കൊഞ്ചിയ ജാലകവാതി കളിയായി ചാടിയതാര് കോടിയില കോടിയ കോതിയ. കോതിയ. മധുവായി മാറിയതാര് അവളുടെ മിഴിയിൽ കരിമഷിയായി കൈമശിയാല്. അവളെ എനിക്കറിയുന്ന ഫസ്റ്റത്തത് കോതിയ. സെക്കൻഡ് വേർഡ് കരിമശിയാല്. അവളെ ഒരുമാതിരി പൊച്ചോ. ഓ നല്ല പാട്ടോ. ചിമ്മിയോ നിഞ്ചാലകം കാറ്റായി വരും തങ്കത്തിങ്കൾ തേരേറി വന്നപ്പോഴും തേന്തേ ഇവിടുത്തുന്നു കൈമാറും മോഹം മോഹങ്ങൾ. കങ്കോണി നിന്നും പൊന്നായി കാത്തോളം പൊന്നായി. പൊന്നുണ്ടാകെന്തേ നിൽപ്പോ മുന്നിൽ. മോഹങ്ങൾ. മോഹങ്ങളെ സെക്കൻഡ്. മൂന്നാമത്തത് പൊന്നായി. ഫുൾ പോയിന്റ് കേട്ടോ. പോയിന്റ്. കരിമേഘക്കെട്ടടിഞ്ഞൊരാകാശ് കാവിലെന്ന കനമിന്നൽ കാച്ചിലമ്പ് ചിതറും താളം അഖിലരിയും പുക ചിന്തും മണിമുറ്റത്തമ്മാനം കളിയാടും കാവടിതൻ കാവടിമേയും എന്റെ ഭൂവന്തിച്ചുണ്ടിലെന്ത് ചെപ്പും ചാന്തും അമ്മാടിയെ എടുക്കാവടി മച്ച മച്ച ഹലോ ഹല വാവാ ചുന്ദരിയേ മുത്ത മുത്ത ചുന്ദരിയേ മുത്ത മുന്തിരിയേ മുന്തിരിയെ. അത് കിട്ടിയില്ല അപ്പൊ കാവടി. കാവടി. ചാന്തും. സിമ്പിൾ സാധനമാണേ. നാടിൻ നന്മകനെ പെൺമകനെ മുത്തായവൻ മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവൻ കാലം കാത്തുവച്ച രക്ഷകൻ സംഹാരകൻ തങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോയി നീ അണ്ണൻ വന്നാൽ കുമ്പിട്ട് നില്ല ഇരുട്ട് സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും ഇവനെ തൊഴുവാനായി എന്നും ജനത്തിരക്ക് കാലം കൊടുത്തു വെച്ചാൽ സ്വർഗം ഒരു അണ്ടർവേൾഡ് ഇല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി അണ്ണൻ കളികാലം എന്തോ ഒരു മിനാട്ടി. ആൻസർ പറയട്ടെ. സംഹാരകനെ. രാജാവ് തെറ്റിപ്പോയി. തനിനാടൻ. കലികാലം
നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഞാൻ ഈ ഒരു സ്ക്രീനിന്റെ താഴെ കാണിക്കും. അതിന് ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യാ, കമന്റ് ബോക്സിൽ ഇടുക. അപ്പൊ കറക്റ്റ് ആൻസറിനെ ഞാൻ പിൻ ചെയ്തിട്ട് വെക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ മാർക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് 3 റൗണ്ട്സിലെ മാർക്കൊക്കെ കൂടി കൂട്ടിയിട്ട് നമുക്ക് വന്നിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് ശരിക്കും ഇത്താത്താക്ക് 11.4, ഷൈജാക്ക് 11.3. അപ്പൊ ഒരു 4 മാർക്കിന്റെ ഡിഫറൻസില് ഷൈജ ഇവിടെ വിന്നർ ആയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഷൈജാക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാം. ഷൈജാക്കുള്ള പ്രൈസ് കൊടുക്കുവാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.